തദ്ദേശ തെരഞ്ഞെടുപ്പ് മൂന്ന് മുന്നണികൾക്കും കേവലം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കേരളം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് പിന്നാലെ വരുന്നുണ്ട്. അതിൻ്റെ കാറ്റളക്കാനുള്ള സെമി ഫൈനലാണത്. അതുകൊണ്ട് തന്നെ വിവാദങ്ങളുൾപ്പെടെ ആളിക്കത്തിച്ച് ജനങ്ങളുടെ മനസ്സ് കീഴടക്കാനാണ് മുന്നണികളുടെ ശ്രമം. അപൂർവം ചില സന്ദർഭങ്ങളിലൊഴിച്ച് ഭൂരിഭാഗം തദ്ദേശ തെരഞ്ഞെടുപ്പുകളും തൊട്ടുപിന്നാലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനമനസ്സ് ആർക്കൊപ്പമാണെന്നതിൻ്റെ ശക്തമായ സൂചനകൾ നൽകാറുണ്ട്. അതാണ് മുന്നണികളെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കേരളത്തിൽ അധികാരം പിടിക്കാനുള്ള ചവിട്ടുപടിയായി കാണാനും പ്രചാരണം കൊഴുപ്പിക്കാനും പ്രേരിപ്പിക്കുന്ന ഘടകം. ഐക്യ കേരളം പിറപ്പിക്കും മുമ്പ് 1953 കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ആരംഭിക്കുന്നത്. പിന്നീട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നതിന് മുമ്പ് കേരളത്തിൽ 4 തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ നടന്നു. 1991 ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലേക്ക് കടക്കുന്നതിനു മുമ്പത്തെ അവസാന തെരഞ്ഞെടുപ്പ്. 1987 അധികാരത്തിലേറിയ EK നായനാർ സർക്കാരാണ് ജില്ലാ കൗൺസിലുകൾ രൂപവൽക്കരിച്ച് ആദ്യ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ഗൾഫ് യുദ്ധമടക്കം കേരളത്തിലെ നാട്ടിൻപുറങ്ങളിൽ ചർച്ചയായ 1991 ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേടിയത് തകർപ്പൻ വിജയമായിരുന്നു. മിന്നും ജയം നേടിയ ആത്മവിശ്വാസത്തിൽ ജനവികാരം അനുകൂലമാണെന്ന കണക്കുകൂട്ടലിൽ EK നായനാർ മന്ത്രിസഭ രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിച്ചു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനൊപ്പം കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചു. എന്നാൽ ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ച സംഭവങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് അരങ്ങേറി. പ്രചാരണത്തിനിടയിൽ ശ്രീപെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. രാജ്യമെങ്ങും മാനടിച്ച സഹതാപ തരംഗത്തിൽ കേരളത്തിലും കോൺഗ്രസ് നേട്ടം കൊയ്തു. ലോക്സഭയിലേക്ക് 16 സീറ്റ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDF ഭൂരിപക്ഷം നേടി. 90 സീറ്റുകളോടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി. ഇടതുപക്ഷം 50 സീറ്റുകളിലേക്കൊതുങ്ങി. K കരുണാകരൻ മുഖ്യമന്ത്രിയായി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിന് വിരുദ്ധമായ കേരളത്തിലെ ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു അത്. ഇതിന് സമാനമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വിധിയെഴുത്തിന് വിരുദ്ധമായി ജനം വിധിയെഴുതിയ ഒരു സന്ദർഭം കൂടി കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. 2001 അത്. അന്നും മുഖ്യമന്ത്രി EK നായനാരായിരുന്നുവെന്നത് യാദൃശ്ചികമാകാം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് 2000 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം കണ്ടത് ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. ഫലം വന്നപ്പോൾ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം. സ്വാഭാവികമായും നിയമസഭയിലേക്കും തുല്യ പോരാട്ടം നടക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിധിയെഴുതി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് UDF തരംഗമായിരുന്നു. 99 സീറ്റുകളോടെ UDF ചരിത്ര ഭൂരിപക്ഷം സ്വന്തമാക്കിയപ്പോൾ ഇടതുമുന്നണി 40 സീറ്റുകളിലേക്കൊതുങ്ങി. പിന്നീട് നടന്ന 4 തെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അതേ ജനവികാരം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കുന്നതാണ് കണ്ടത്. 2005 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചുവന്നു തൊടുത്ത കേരളം 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 98 സീറ്റുകൾ നൽകി ഇടതുമുന്നണിയെ അധികാരത്തിലെത്തിച്ചു. VS മുഖ്യമന്ത്രിയായി. 2010 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലത്തേക്ക് മാറ്റിച്ച വീട്ടിയ വോട്ടർമാർ 2011 നടന്ന നിയമസഭയിലും ഐക്യജനാധിപത്യ മുന്നണിയെ കൈവിട്ടില്ല. 72 സീറ്റ് സ്വന്തമാക്കിയ UDF അധികാരത്തിലേറി. 2015 ജനം വീണ്ടും ഭരണമാറ്റത്തിൻ്റെ സൂചന നൽകി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 549 പഞ്ചായത്തുകൾ ഉൾപ്പെടെ 694 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇടത് ആധിപത്യം ഉറപ്പിച്ചു. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇടതുപക്ഷം നേടിയത് 91 സീറ്റുകൾ. പൊതുവെ മുന്നണികൾക്ക് മാറി മാറി അവസരം നൽകുന്ന കേരളം മാറി ചിന്തിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണം
2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമായിരുന്നു. എന്നാൽ 2021 99 സീറ്റുകളുമായി പിണറായി സർക്കാരിന് രണ്ടാമൂഴം. 2015-16 തെരഞ്ഞെടുപ്പുകളിൽ തദ്ദേശ തലത്തിൽ പ്രകടനം മെച്ചപ്പെടുത്തിയ BJPയുടെ വോട്ട് ശതമാനം നിയമസഭയിലും വർദ്ധിച്ചു. 2020 ഇടിവും രണ്ടിടത്തും ഒരുപോലെ പ്രതിഫലിച്ചു. വോട്ട് ശതമാനം കുറഞ്ഞ BJPക്ക് ആകെ ഉണ്ടായിരുന്ന നിയമസഭാ സീറ്റും നഷ്ടപ്പെട്ടു. എന്തൊക്കെ പറഞ്ഞാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും ചില സൂചനകൾ നൽകിക്കൊണ്ടിരുന്നു. അത് 2026 ആവർത്തിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ വിദഗ്ധരും മുന്നണി നേതാക്കളും. പ്രവചനങ്ങൾ ഫലിക്കുമോ പാളുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.